ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രന്റെ വിമർശനത്തിന് മറുപടിയുമായി VT ബൽറാം. തൃത്തലയിലടക്കം ജനങ്ങൾ മാറ്റത്തിനു വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അതിനെ പിറകിൽ നിന്ന് കുത്തുന്ന സമീപനം ഉണ്ടാകരുതെന്നാണ് ബൽറാമിന്റെ വിമർശനം. ചാലിശ്ശേരി ആലിക്കരയിലെ കുടുംബസംഗമത്തിലായിരുന്നു VT ബൽറാമിന്റെ മറുപടി. കേരളം മാറ്റത്തിന് തയ്യാറായിരിക്കുമ്പോൾ ജനവികാരത്തെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം ഉണ്ടാവണം. തിരുത്തലിന് തൃത്തല തയ്യാറായി നിൽക്കുമ്പോൾ നമ്മുടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ആ അന്തരീക്ഷം ഇല്ലാതാവരുതെന്നും VT ബൽറാം മുന്നറിയിപ്പ് നൽകി. അപ്പൊ കേരളം മാറ്റത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. ഈ ദുർഭരണം ഏറ്റവും അടിയന്തരമായി അവസാനിക്കണം എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മുടെ നാട് കടന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ആ ജനവികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ജനവികാരത്തെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. ജനങ്ങൾ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഈ തൃത്താലയടക്കം ജനങ്ങൾ ശരിയായ ഒരു മാറ്റത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പുറകിൽ നിന്ന് കുത്തുന്ന സമീപനം ആരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത്. വ്യക്തികളല്ല പ്രധാനം, ഈ നാടിന്റെ ജനവികാരമാണ്. ഒരു തിരുത്തലിന് വേണ്ടി തൃത്താല തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ആ അന്തരീക്ഷം ഇല്ലാതാവരുത്. ശരിയല്ലേ? അതാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കേണ്ട കാര്യം. കഴിഞ്ഞ ദിവസമാണ് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാമിനെതിരെ വിമർശനവുമായി CV ബാലചന്ദ്രൻ രംഗത്തെത്തിയത്. ബൽറാം നൂലിൽ കെട്ടിയിറങ്ങി MLA ആയ ആളാണെന്നും പാർട്ടിക്ക് വേണ്ടി ഒരു പ്രവർത്തനവും നടത്താതെ പാർട്ടിയെ നശിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ബൽറാമിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നുമായിരുന്നു ബാലചന്ദ്രൻ പറഞ്ഞത്. ഇതിനു പിന്നാലെ പരോക്ഷ മറുപടിയുമായി ബൽറാം രംഗത്തെത്തിയിരുന്നു. ഫേസ്ബുക്കിലൂടെയായിരുന്നു പ്രതികരണം. സ്നേഹം എന്ന ക്യാപ്ഷനോടെ സിപ്പ് ലൈനിൽ തൂങ്ങിപ്പോകുന്ന ഫോട്ടോ പങ്കുവയ്ക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ബൽറാമിനെ പിന്തുണച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും നടന്നു. ഇന്നത്തെ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന CV ബാലചന്ദ്രൻ ചടങ്ങിൽ പങ്കെടുത്തില്ല. ഡോട്ട് വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.